നമസ്തേ. 27/1/2025 തിങ്കളാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, തുലാം, മീനം രാശിക്കാർക്ക് ശുഭകരവും, കർക്കിടകം, വൃശ്ചികം, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ധനു, മകരം രാശിക്കാർക്ക് ദോഷവും, ഇടവം, മിഥുനം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി എൻ്റെ ഈ വീഡിയോ സ്ഥിരം കിട്ടണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ വ്യക്തിപരമായ ഫലം അറിയണം എന്നുള്ളവർ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. കൂടാതെ ഇത് ചാരഫലമാണ്. നമ്മുടെ ആചാര്യന്മാർ ഇതിന് പൂർണ്ണമായും പരിഹാരം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ദോഷമൊക്കെ പറയുന്നവർ നന്നായി ഈശ്വരാരാധന നടത്തുക, നാമം ജപിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ചെയ്ത് ദോഷത്തെ മാറ്റുക തന്നെ ചെയ്യും. ജാതക ഫലത്തിലുള്ളത് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ജാതകം പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തത്. പരിഹാര കർമ്മങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ജാതകം പരിശോധിക്കുക തന്നെ വേണം. എങ്കിലും ഈ ചാരഫലങ്ങൾ നാമജപമൊക്കെ ആയിട്ട് ഇഷ്ടദേവതാ ജപമൊക്കെ ആണെങ്കിൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ ദോഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നാമജപമൊക്കെ നടത്തി മുന്നോട്ട് പോകുക ദോഷം പറയുന്നവർ. നോക്കുക. ഇനി മേടം രാശി വിശദമായിട്ട് നമുക്ക് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ്. മേടം രാശിക്ക് ശുഭകരമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. സഹോദരസ്ഥാനീയർ ഗുണകരമാണ്. ദൈവാധീനമുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. തൊഴിൽ രംഗത്തും മേന്മയുണ്ടാകും. എന്നാൽ അലസയും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ നല്ലത് തന്നെ ആയിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. ഒട്ടും ആത്മവിശ്വാസമില്ലായ്മ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തൊരു ദിവസമായിരിക്കും. എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും, അലസതയായിരിക്കും, ആരോഗ്യക്കുറവ്, ശക്തിക്കുറവ്, ഐശ്വര്യക്കുറവ് മുതലായവ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കില്ല. അവർക്ക് അലസത ഉണ്ടാകുന്ന സമയമാണ്. ദൈവാധീന കുറവുള്ളതാണ്. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും. തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ളതാണ്. ജീവിത പങ്കാളിയും ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ അവരുടെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. അതൊരു ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിക്കും. ഈശ്വരാധീന കുറവുള്ള സമയമാണ്. തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. ഒരു ശക്തിയുമൊക്കെ പ്രകടമാകും. ദൈവാധീനമുള്ള ഒരു സമയമാണ്. അതേപോലെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയൊക്കെ ഉണ്ടാകും. മക്കളിൽ നിന്നൊക്കെ അനുകൂല സമീപനങ്ങൾ ഉണ്ടാവും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. ഇനി ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് കഠിന ദോഷമാണ്. സഹോദര സ്ഥാനീയരിൽ നിന്ന് കുറേയൊക്കെ ഗുണമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും കുറച്ചൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ്, സംശയം, അലസത, ആരോഗ്യ പ്രശ്നം ഇതെല്ലാം ഇവർക്കുണ്ടാകും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമായിരിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാവാം. അതേപോലെ തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ്. എങ്കിൽ പോലും ദൈവാധീനമുള്ളത് കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. തൊഴിൽ രംഗത്ത് ചെറിയ അനുകൂലതയൊക്കെ ഉണ്ടാവും. എങ്കിലും കഠിന ദോഷമായിരിക്കും. ആത്മവിശ്വാസക്കുറവുണ്ടാവും. എല്ലാ കാര്യത്തിനും ഒരു അലസതയൊക്കെ അനുഭവപ്പെടും. സുഹൃത്തുക്കളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. തുലാം,
ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശി. തുലാം രാശിക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസം, സ്വന്തം കഴിവിലുള്ള വിശ്വാസം, കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുക, ഇതൊക്കെ നടക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സമാധാനമൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നതും ഈ ദിവസം നന്നായിരിക്കും. തുലാം രാശിക്കാർ. ഇനി വൃശ്ചികം. തുലാം എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ടൊരു സമാധാനപരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും. എന്നാൽ ചില അലർജി സംബന്ധമായ അസുഖങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ആത്മവിശ്വാസക്കുറവുണ്ടാകും. തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. സുഹൃത്തുക്കളും സഹോദരരും അത്ര അനുകൂലമായിരിക്കില്ല. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് കഠിന ദോഷത്തിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ദോഷമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകും. സുഹൃത്തുക്കൾ വലിയ കുഴപ്പമില്ല. വിദ്യാർത്ഥികൾക്കൊക്കെ അലസതയ്ക്കൊക്കെ ഒരു മാറ്റം വരുന്ന ദിവസമാണ്. കർമ്മരംഗം പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ്, ഒരു തളർച്ച, ക്ഷീണം എപ്പോഴും അനുഭവപ്പെടും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ദൈവാധീനം കുറവുള്ള ഒരു ദിവസമായിരിക്കും. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം ആവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശി. മകരം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. എങ്കിലും ദൈവാധീനമുള്ള ദിവസമായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. അലർജി സംബന്ധമായ രോഗങ്ങൾ പ്രയാസം സൃഷ്ടിക്കും. എന്നാൽ ആത്മവിശ്വാസക്കുറവ്, അതേപോലെ സഹോദര സ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, കർമ്മരംഗത്തെ പ്രയാസങ്ങൾ എന്നിവ അനുഭവപ്പെടും. സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ്. ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യമുണ്ടാകും. ഐശ്വര്യമുണ്ടാകും. സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വിശ്വാസമുണ്ടാകും. സഹോദര സ്ഥാനീയർക്ക് അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായിരിക്കും. എന്നാലും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിത പങ്കാളിയിൽ നിന്ന് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ്. തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും വളരെ പ്രയാസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. മീനം രാശി. മീനം രാശിക്ക് ശുഭകരമായൊരവസ്ഥയാണ്. ബന്ധുഗുണം, സഹോദര ഗുണം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ദൈവാധീനം വളരെ കുറയുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് വളരെ പ്രയാസമുള്ള ദിവസമായിരിക്കും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം അനുകൂലമല്ല. മാനസികാരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആയിരിക്കും. ഇത് പൊതുവെ അനുകൂലമായ സമയങ്ങൾ പറഞ്ഞിട്ടുള്ളവർ കൂടുതൽ നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ അത് അനുകൂലമാകും. അതേപോലെ ദോഷം പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമം ജപിച്ചാൽ ആ ദോഷം ഒക്കെ കുറയുകയും ചെയ്യും. ഇത് പരിഹാരമുള്ളതാണ്. ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലം ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെ പരിഹാരമുള്ളതാണ്. ജാതകഫലം പോലെ അല്ല, അതിന് പരിഹാരമുള്ളതാണ്. അതുകൊണ്ട് നാമം ജപിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ശുശ്രൂഷിക്കാനും ദാനം, ജപം, ഹോമം ഇതൊക്കെയാണ് പരിഹാരകരമായിട്ട് പറയുന്നത്. ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.